ഒരുങ്ങൂ അഭിമാനപൂർവ്വം. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ്. ആവശ്യമായ ന്യൂ ട്രെൻഡി ടോപ്സ്, വെഡിംഗ് പാർട്ടി വെയേഴ്സ്, ഗേൾസ് വെസ്റ്റേൺ വെയേഴ്സ്, കുർത്തീസ്, ടോപ്സ് ആൻഡ് ബോട്ടംസ്, ലേഡീസ് ചുരിദാർ, സൽവാർ മെറ്റീരിയൽസ്, റെഡിമെയ്ഡ് ചുരിദാർ, കുർത്തീസ്, പാർട്ടി വെയേഴ്സ്, കോട്ട് ഡ്രസ് മെറ്റീരിയൽ തുടങ്ങി വമ്പിച്ച വിലക്കുറവിലും ഗുണമേന്മയിലുമുള്ള വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷൻസ്. ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു. ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ മനസ്സിനിണങ്ങിയത് സ്വന്തമാക്കാം. ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ്, AB കോംപ്ലക്സ്, കൂറ്റനാട് റോഡ്, നിയർ പെട്രോൾ പമ്പ്, ചാലിശ്ശേരി. CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് CPMന്റെ നേതൃത്വത്തിൽ എടപ്പാളിലും ചങ്ങരംകുളത്തും അനുശോചന യോഗം സംഘടിപ്പിച്ചു. ചങ്ങരംകുളത്ത് CPM എടപ്പാൾ ഏരിയ സെക്രട്ടറി ടി സത്യൻ അധ്യക്ഷനായി. ആലങ്കോട് ലീലാകൃഷ്ണൻ, അഷ്റഫ് കോക്കൂർ, സിദ്ദിഖ് പന്താവൂർ, KK സുരേന്ദ്രൻ, സുമേഷ് പിടാവനൂർ, രഞ്ജിത്ത് അഡാട്ട്, ഷാനവാസ് വട്ടത്തൂർ, VV കുഞ്ഞുമുഹമ്മദ്, KV ഷഹീർ, ആരിഫ നാസർ, NV ഉണ്ണി, സക്കീർ ഒതലൂർ, സുബ്രഹ്മണ്യൻ കോക്കൂർ എന്നിവർ സംസാരിച്ചു. P വിജയൻ സ്വാഗതവും M അജയഘോഷ് നന്ദിയും പറഞ്ഞു. എടപ്പാൾ ചുങ്കത്ത് നടന്ന അനുസ്മരണം CPM ജില്ലാ കമ്മിറ്റി അംഗം P ജ്യോതിബാസ് ഉദ്ഘാടനം ചെയ്തു. C രാമകൃഷ്ണൻ അധ്യക്ഷനായി. പ്രഭാകരൻ നടുവട്ടം, ഇബ്രാഹിം മൂദൂർ, EP രാജീവ്, രവീന്ദ്രൻ, M മുസ്തഫ, S സുജിത്, അഡ്വക്കേറ്റ് MP ഫൈസൽ, C രാഘവൻ എന്നിവർ സംസാരിച്ചു. K കുമാരൻ സ്വാഗതം പറഞ്ഞു. അംശക്കച്ചേരിയിൽ നടന്ന അനുസ്മരണം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PP മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. E ബാലകൃഷ്ണൻ അധ്യക്ഷനായി. C രവീന്ദ്രൻ, PP മുസ്തഫ, VKM മജീദ്, E ശിവകുമാർ, കമറുദ്ദീൻ, K പ്രഭാകരൻ, ജാഫർ അലി ദാരമി എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് K വിജയൻ സ്വാഗതവും TK സൂരജ് നന്ദിയും പറഞ്ഞു. താവനൂരിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം കൂട്ടായി ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ജയരാജ്, രാമകൃഷ്ണൻ, മോഹനൻ നായർ, റാഫി, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹജി, താവനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നസീറ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TV ശിവദാസ്, രാമപ്രസാദ് എന്നിവർ സംസാരിച്ചു. BG ശ്രീജിത്ത് സ്വാഗതവും ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു. കാലടി നരിപ്പറമ്പിൽ സർവകക്ഷി അനുശോചന യോഗവും മൗനജാഥയും നടന്നു. CPM എടപ്പാൾ ഏരിയ കമ്മിറ്റി അംഗം E രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. EV മോഹനൻ അധ്യക്ഷനായി. KG ബെന്നി, നൌഫൽ തണ്ടലം, വേണുഗോപാൽ, MVM മാണൂർ, P മുരളി എന്നിവർ സംസാരിച്ചു. NV സലാം സ്വാഗതവും മധു നരിപ്പറമ്പിൽ നന്ദിയും പറഞ്ഞു. വ്യത്യസ്തമായ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ചില വിടവാങ്ങലുകൾ ചരിത്രമായി മാറുന്നു എന്നത് യെച്ചൂരിയുടെ വേർപാട് കൊണ്ട് നമുക്ക് അനുഭവമാവുകയാണ്. വേർപാട് സാധാരണ ആലങ്കാരികമായിട്ട് നമ്മൾ പറയും കനത്ത നഷ്ടം, നികത്താനാവാത്ത വിടവ്. ആ വാക്കുകൾക്കൊക്കെ അർത്ഥമുണ്ടാകുന്നത് ചില സന്ദർഭത്തിലാണ്. ഈ സന്ദർഭത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് അതെല്ലാം അർത്ഥപൂർണമായിരിക്കും. 72ാമത്തെ വയസ്സിൽ സഖാവ് സീതാറാം യെച്ചൂരി വേർപിരിയുമെന്ന് നമ്മളാരും വിചാരിച്ചിട്ടില്ല. ആധുനിക ഇന്ത്യ കണ്ട സർവസമ്മതനായ കമ്മ്യൂണിസ്റ്റുകാരിൽ, എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവർക്കും സമ്മതരായിക്കൊള്ളുന്നില്ല, എല്ലാ പാർട്ടിക്കാരും അങ്ങനെയാണ്. ആ പാർട്ടിക്കകത്ത് സമ്മതനാണെങ്കിൽ പോലും പുറത്ത് ചിലപ്പോൾ സമ്മതനാവില്ല. അതെല്ലാ പാർട്ടിക്കാരുടെയും അവസ്ഥയാണ്. പാർട്ടിക്കാർക്ക് സമ്മതനായിരിക്കും, പക്ഷേ സീതാറാം യെച്ചൂരി പാർട്ടിക്കകത്ത് അനിഷേധ്യനായിരുന്നു. പാർട്ടിക്ക് പുറത്ത് 140 കോടി ഇന്ത്യക്കാർക്കും സമ്മതനായിരുന്നു. ഇന്ത്യക്ക് പുറത്ത് ഒട്ടുമിക്ക ചിന്താശീലർക്കും സമ്മതനായിരുന്നു. മാർക്സിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി മരണപ്പെട്ടു. ആ മരണത്തിൽ നമുക്കൊക്കെ ദുഃഖമുണ്ട്. മരണം എല്ലാവർക്കുമുണ്ട്. മരണത്തിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയുമില്ല. പക്ഷെ അതേ ചില മരണങ്ങൾ നമുക്ക് ഓർക്കാതിരിക്കാനും കഴിയില്ല. ജനാധിപത്യ ഇന്ത്യയിൽ മൂല്യാധിത രാഷ്ട്രീയത്തിൻ്റെ ഒരു വക്താവ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് സീതാറാം യെച്ചൂരിയാണ്. സീതാറാം യെച്ചൂരി എല്ലാവരും എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് വലിയ നഷ്ടമാണ്. നമ്മുടെ പ്രധാനമന്ത്രി ഇടതുപക്ഷത്തിൻ്റെ പ്രകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു. സത്യത്തിൽ സീതാറാം യെച്ചൂരിയുടെ വേർപാട് സമീപകാലത്തൊന്നും ഒരു ഇടതു നേതാവിന് അല്ലെങ്കിൽ CPM നേതാവിൻ്റെ വേർപാടിനേക്കാൾ വലിയ വേദനയാണ്
ഇന്ത്യയാകമാനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ആകസ്മികമായ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതിനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. മിനിഞ്ഞാന്ന് വൈകിട്ട് ഏറെക്കുറെ 3:05 കൂടിയാണ് സഖാവിൻ്റെ അന്ത്യം നടക്കുന്നത്. ഏറെക്കുറെ 2 ആഴ്ചക്കാലമായി ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സാഹചര്യം അന്നത്തെ ഇടതുപക്ഷ എം എൽ എ മാർക്ക് അല്ലെങ്കിൽ CPM-ന് കഴിയാതെ വന്നപ്പോൾ വീണ്ടും ഇന്ത്യയുടെ പാർലമെന്റിലുണ്ടായാൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ With every new day comes fresh hope, the very essence that keeps us going. This is the dawn of a new chapter, a new identity, a brighter light and a beacon in revolutionary healthcare. Join us as we unveil a new beginning, a new sunrise. Sunrise Hospital. Care beyond cure.